ഇന്ന് വരെ നമ്മുടെ ഭൂമി കണ്ടിട്ടുള്ള ഏറ്റവും വലിയ 6ാമത്തെ ഭൂകമ്പമാണ് ഇന്നലെ രാത്രിയിൽ, അതായത് ഇന്ത്യൻ സമയം ഇന്ന് വെളുപ്പിന് റഷ്യയിലെ കാംചാസ്ക പ്രവിശ്യയിൽ നിന്നും 84 മൈൽ അപ്പുറ കടലിൽ ഉണ്ടായിരിക്കുന്ന ഈ ഭൂകമ്പം. ഇത് വലിയ അനുരണനങ്ങൾക്ക് കാരണമാകും, ഇത് വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാകും. അനേകം പേരുടെ ജീവൻ നഷ്ടപ്പെടും, അനേകം പേരുടെ വീട് നഷ്ടപ്പെടും. വലിയ ഒരു സുനാമിയായി ഇത് മാറും. ഭൂകമ്പം വഴി കാര്യമായ നാശനഷ്ടമൊന്നും ഉണ്ടായില്ല. എന്നാൽ ഈ ഭൂകമ്പം സൃഷ്ടിക്കാൻ പോകുന്ന സുനാമി അത് അസാധാരണമായിരിക്കും എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കുറഞ്ഞത് 10 അടിയെങ്കിലും ഉയരത്തിൽ ഒട്ടുമിക്ക ഇടങ്ങളിലും തിരമാലകൾ ഉയരും. വലിയ തോതിൽ വെള്ളം ഇരച്ചു കയറുമെന്നാണ് അമേരിക്കൻ കാലാവസ്ഥ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. റഷ്യയിലും ജപ്പാനിലും അമേരിക്കയിലുമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ആഘാതമുണ്ടാവുക. എന്നാൽ മറ്റു പല രാജ്യങ്ങളിലേക്കും ഇത് പടരും. ജപ്പാനിൽ ഇതിന് തിരമാലകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏതാനും മണിക്കൂറുകൾക്കകം അമേരിക്കയിൽ പ്രത്യേകിച്ച് ഹവാലി ദ്വീപിൽ ഇതിന്റെ അതിഭയാനകമായ ആഘാതമുണ്ടായിരിക്കും. കാലിഫോർണിയയിലും ഹവാലിയിലും ഒറഗോണിലും വലിയ നാശനഷ്ടമാണ് പ്രവചിക്കുന്നത്. ലക്ഷക്കണക്കിന് അമേരിക്കക്കാരെ ഞൊടിയിടയിൽ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാവരും സുരക്ഷിതരായിരിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മിക്കയിടങ്ങളിലും ഒഴിപ്പിക്കൽ നടക്കുന്നു. ജപ്പാനിൽ മാത്രം 19 ലക്ഷം പേരെയാണ് ഞൊടിയിടയിൽ മാറ്റിപ്പാർപ്പിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നു. വലിയ ദുരന്തമായി ഇത് മാറിയേക്കും എന്ന ആശങ്ക കൊണ്ട് ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തിനിടയിൽ ഭൂമിയിൽ നടന്ന ഏറ്റവും വലിയ ഭൂകമ്പമാണ് സംഭവിച്ചത്. 8.6 മാഗ്നിറ്റ്യൂഡാണ് ഇതിന്റെ അളവ്. 8.6 മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നതിന്റെ ശക്തി തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഓർമ്മയിലുള്ള 2 പ്രധാനപ്പെട്ട ഭൂകമ്പങ്ങളുടെ ശക്തി പരിശോധിക്കണം. നമുക്കൊക്കെ അറിയാം, 1993 മഹാരാഷ്ട്രയിലെ ലാത്തൂറിൽ നടന്ന ഭൂകമ്പമാണ് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ഭൂകമ്പങ്ങളിൽ ഒന്ന്. 10,000-ലധികം ആളുകളാണ് മരിച്ചത്. അത് കേവലം 6.2 മാഗ്നിറ്റ്യൂഡ് മാത്രമായിരുന്നു. പിന്നീട് 2001 7.6 മാഗ്നിറ്റ്യൂഡിൽ ഒരു ഭൂകമ്പം ഉണ്ടായി ഗുജറാത്തിൽ. ഇത് നമ്മുടെ ഓർമ്മയുണ്ട്. ഗുജറാത്ത് ഭൂകമ്പത്തിൽ ഏതാണ്ട് 20,000-ലധികം പേർ കൊല്ലപ്പെട്ടു. അതായത് 7.6ഉം 6.2ഉം മാഗ്നിറ്റ്യൂഡ് ഭൂകമ്പം ഉണ്ടായപ്പോൾ മരണസംഖ്യ ഇതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് 8.6 നമ്മളൊക്കെ ഓർത്തിരിക്കുന്ന സുനാമി 2004 അതായത് 21 വർഷം മുൻപ് ഇന്തോനേഷ്യയിൽ ആരംഭിച്ച് ഇന്ത്യയിലടക്കം ഏഷ്യൻ രാജ്യങ്ങൾ വലിയ നാശനഷ്ടം വിതച്ച സുനാമിയാണ്. അത് ഭൂമിയിൽ ഇന്നേ വരെ സംഭവിച്ച 3ാമത്തെ വലിയ സുനാമിയായിരുന്നു. 9.1 ആയിരുന്നു അതിന്റെ മാഗ്നിറ്റ്യൂഡ്. അന്ന് 2,80,000 പേരാണ് കൊല്ലപ്പെട്ടത്. 21 വർഷം മുമ്പ് നടന്ന ഇന്ത്യയിൽ നാശനഷ്ടം വിതച്ച അതേ സുനാമിയെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ ദുരന്തമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്.